ഇന്ന് 2 ഡിസംബർ UAE നാഷണൽ ഡേ. പാരമ്പര്യം നെഞ്ചോട് ചേർത്തും വികസനത്തിൻ്റെ പടവുകൾ അതിവേഗം കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന അറേബ്യൻ ഐക്യനാട് ഇന്ന് അതിൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. 1971 7 എമിറേറ്റുകൾ കൈകോർത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ് എന്ന രാജ്യം നിലവിൽ വന്നതിൻ്റെ ആഘോഷമാണ് ഇന്ന് UAE ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം മുതൽ ഈ ആഘോഷം ഈദുൽ ഇത്തിഹാദ് എന്ന പേരിലാണ് അറിയപ്പെടുക. അബുദാബി, അജ്മാൻ, ഫുജൈറ, ഷാർജ, ദുബായ്, റാസൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ എന്നീ 7 നഗരങ്ങളെ UAE ഒന്നിപ്പിക്കുന്നു. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ ദീർഘവീക്ഷണമായിരുന്നു ഈ ഐക്യ അറബ് എമിറേറ്റുകളുടെ സ്വപ്നത്തിന് അടിത്തറ പാകിയത്. പിന്നീടുള്ള ഓരോ നേട്ടങ്ങളിലും ആ മഹാമനീഷിയുടെ ദീർഘവീക്ഷണത്തിൻ്റെ കയ്യൊപ്പ് നമുക്ക് കാണാൻ കഴിയും. ആ രാഷ്ട്രപിതാവിൻ്റെയും രാഷ്ട്രശില്പി ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മഖ്തൂമിൻ്റെയും നേതൃത്വത്തിൽ ജുമൈറയിലെ യൂണിയൻ ഹൗസിലായിരുന്നു ആ ചരിത്ര പ്രഖ്യാപനം അന്ന് അരങ്ങേറിയത്. സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കിയ കുതിപ്പിൻ്റെ ചരിത്രമാണ് UAEക്ക് എന്നും പറയാനുള്ളത്. മരുഭൂമിയിൽ നിന്ന് UAEയുടെ സ്വപ്നങ്ങൾ ഇന്ന് ബഹിരാകാശത്തോളം എത്തി. പരന്നു കിടക്കുന്ന മരുഭൂമിയും കടലും മാത്രമുള്ള UAE കുറഞ്ഞ നാളുകൾ കൊണ്ട് അതിൻ്റെ വളർച്ച നേടിയതിന് പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒട്ടേറെ കഥകൾ പറയാനുണ്ട്. ഈ രാജ്യത്തിൻ്റെ വളർച്ചയുടെ കഥ ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികളുടെയും കൂടി അഭിമാനത്തിൻ്റെ കഥകളാണ് എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷം. സഹിഷ്ണുതയ്ക്കും സന്തോഷത്തിനും മാത്രമല്ല, നിർമ്മിത ബുദ്ധിക്കും മന്ത്രാലയങ്ങളുള്ള ലോകത്തെ ആദ്യ രാജ്യമാണ് UAE. ഇന്ത്യക്കാർ ഉൾപ്പെടെ ഏതാണ്ട് 192 രാജ്യക്കാർ UAEയിൽ സമാധാനത്തോടെ ജീവിക്കുന്നുവെന്നത് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയും ഭരണാധികാരികളുടെ കരുതലും വെളിവാക്കുന്നു. ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളിലൊന്നാണ് UAEയുടേത്. വിവിധ മതസ്ഥർക്ക് വിശ്വാസമനുസരിച്ച് ജീവിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സൗകര്യം കൂടി ഈ രാജ്യത്തുണ്ട് എന്നുള്ളത് ഒരു പരമസത്യമാണ്. മസ്ജിദും ക്ഷേത്രവും ഗുരുദ്വാരയുമെല്ലാം ഒരുമിച്ചൊരു മതിൽക്കെട്ടിനുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് മതമൈത്രിയെ വാനോളം ഉയർത്തുകയാണ് UAE. അബുദാബിയിൽ മുസ്ലിം, ക്രൈസ്തവ, ജൂത ആരാധനാലയങ്ങൾ സമ്മേളിക്കുന്ന എബ്രഹാമിക് ഫാമിലി ഹോമിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഉയർച്ചകളിൽ നാം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് UAE സമൂഹത്തോടാണ്. കേരളം ഇന്ന് കാണുന്ന വളർച്ചയിലെത്തിയതിന് ഈ നാടിനോടുള്ള കടപ്പാട് ഓരോ മലയാളിക്കും ഒരിക്കലും മറക്കാനാവില്ല. 70കളിൽ മലയാളികളുടെ ഗൾഫ് കുടിയേറ്റം കേരളത്തിൻ്റെ തന്നെ വളർച്ചയുടെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു. അങ്ങനെ വികസനത്തിൻ്റെയും വളർച്ചയുടെയും പുതിയ പുതിയ ആകാശങ്ങൾ തേടി പറക്കുന്ന UAEക്കും UAE ജനതയ്ക്കും അതിലുപരി മലയാളികളായ പ്രവാസി സുഹൃത്തുക്കൾക്കും എല്ലാവിധ നാഷണൽ ഡേ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.